ഞാൻ ഇവിടെ വന്ന ദിവസം നീ തന്നെയല്ലേ പറഞ്ഞത് എന്റെ ചേച്ചിനെ കൊന്നത് ഈ നിൽക്കുന്ന ആവണിയാണെന്ന്? പിന്നെ അവള് ജോലിക്ക് പോകുന്നത് എന്റെ ചേച്ചിക്ക് ഇഷ്ടമാണെന്നും നീ തന്നെയാണോ എന്നോട് പറഞ്ഞത്? നീ മറന്നാ പറഞ്ഞതൊക്കെ? എന്നിട്ട് അവന്റെ ഒരു വേഷം കെട്ടല്. നീ തന്നെയല്ലേ എന്നോട് പറഞ്ഞത് ഈ നിൽക്കുന്ന ആവണിയുടെ വയറ്റിൽ വളർന്ന കുഞ്ഞിന് ചേച്ചിക്ക് ഇഷ്ടമല്ലെന്ന്? അത് മാത്രമല്ല, നീ തന്നെയല്ലേ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞത് മായ നിന്നെ കൊണ്ട് ആവണയുടെ ജോലി കളയാൻ പറ്റില്ല എന്ന്? എന്താ മോഹന, നീ ഇതൊക്കെ മറന്നോ? കൊള്ളാം. എന്നിട്ട് ഞാൻ ഇവിടെ ഇല്ലാത്ത സമയത്ത് നീ ആവണയുടെ ജോലി കളഞ്ഞിട്ട് അതെല്ലാം കൊണ്ട് എന്റെ തലയെ കൊണ്ട് ചുമക്കുന്നോ? നീയാണ് ജോലി കളഞ്ഞെങ്കിൽ എടാ അത് അന്തസ്സോട് പറയണം. അതാണ് ആണത്തോന്ന് പറയുന്നത്. അല്ലാണ്ട് അവന്റെ ആവണി, നീ മായമ്മയെ വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി. പക്ഷെ ഇവനെ വിശ്വസിക്കരുത്. ഇവനാണ് കള്ളൻ. അല്ലെങ്കിൽ തന്നെ ഞാൻ എന്തിനാണ് എന്റെ ചേച്ചിയുടെ വീടോ സ്ഥലവും എന്റെ പേരിൽ കള്ളത്തരം പറഞ്ഞ് എഴുതി വാങ്ങണം? നിങ്ങൾക്ക് ആർക്കും വിശ്വാസം ഇല്ലെങ്കിൽ നിങ്ങൾ കിഷോറിനോട് ചോദിച്ചു നോക്ക്. കിഷോർ സത്യം പറയും. ആവണി, നിന്റെ മുമ്പിൽ നല്ലവനാവാനാണ് ഇവൻ ഈ നാടകം എല്ലാം കളിക്കുന്നത്. ഒന്നും കിട്ടിയില്ലെങ്കിൽ നീ തന്നെ നിന്റെ ഓഫീസിൽ പൈസ കൊണ്ടുവച്ച് നീ തന്നെ വിജിലൻസിനെ കൊണ്ട് പിടിപ്പിച്ചതാണെന്ന് വരെ ഇവൻ രക്ഷപ്പെടാൻ പറയും. അത്രയ്ക്ക് സമനില തെറ്റി നടക്കവൻ. ഇവന്റെ വാക്ക് നീ വിശ്വസിക്കും? അല്ല, അങ്ങനെ അല്ല ആവണി. ഇവളാണ് ഇതെല്ലാം ചെയ്തത്. മതി, നിങ്ങളോട് ഞാൻ പറഞ്ഞു ഇതുപോലത്തെ ചീപ്പ് പരിപാടിയും കൊണ്ട് എന്റെ കൺമുന്നിൽ വരരുതെന്ന്. നിങ്ങൾ ഇനി എന്ത് തെളിയിക്കാനാണ്? ഇനി എന്താ ബാക്കിയുള്ളത്? ഞാൻ എന്റെ കണ്ണുകൊണ്ട് എല്ലാം നേരിട്ട് കണ്ടതാ. അതിലും വലിയ തെളിവൊന്നും വേണ്ടല്ലോ. ചേട്ടൻ ചെയ്ത തെറ്റൊക്കെ ഏട്ടത്തിയോട് ഏറ്റു പറയും. ഏട്ടത്തി ചിലപ്പോൾ ക്ഷമിക്കായിരിക്കും. വെറുതെ ഇങ്ങനെയൊക്കെ ഓരോന്ന് ചെയ്തു വെക്കല്ലേ. അങ്ങനെ പറഞ്ഞു കൊടുക്ക് പ്രകാശ. അഞ്ജു, നീയല്ലേ പറഞ്ഞത് ആവണിയുടെ വയറ്റിൽ വളർന്ന കുഞ്ഞിനെ ചേച്ചിക്ക് ഇഷ്ടമല്ലെന്ന്? ചെറിയ ഇഷ്ടക്കേടുണ്ടായിരുന്നു. എങ്ങനെ? അങ്ങനെയല്ല മായമ്മ, അത്ര വലിയ ഇഷ്ടക്കേടൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ എന്നാ പോട്ടെ. മക്കളെ, നിങ്ങൾ മുകളിലോട്ട് ചെല്ലും. മായമ്മക്ക് അച്ഛനോട് കുറച്ച് സംസാരിക്കാൻ. ശരി മായമ്മ, പോട്ടെ. പോരാ മോഹന, പോരാ. നീ എന്ത് വിചാരിച്ച് എന്നെ ദേഷ്യം പിടിപ്പിച്ച ആ ദേഷ്യത്തില് ഞാൻ എല്ലാ സത്യങ്ങളും വിളിച്ചു പറഞ്ഞു വിചാരിച്ച? എന്നാ നിനക്ക് തെറ്റി. അത്രയ്ക്ക് ബുദ്ധിയില്ലാത്തവളല്ല ഈ മായ. ഓടാ ഓ, വന്നിരിക്കുന്നവന് വേഷം കിട്ടുമുണ്ട്. Rega, rega, maga,